ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്തിക്കലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിർത്താം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ആരെയും ഹറാസ് ചെയ്യാനോ ബുള്ളി ചെയ്യാനോ ഒന്നും ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് പ്ലീസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ മെയിൻലി ഇൻസ്റ്റഗ്രാം ബ്ലോക്കിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇൻസ്റ്റഗ്രാം ബ്ലോക്കിംഗ് പണ്ട് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. ബ്ലോക്ക് ദിസ് അക്കൗണ്ടും ബ്ലോക്ക് ദിസ് അക്കൗണ്ട് ആൻഡ് ന്യൂ അക്കൗണ്ട്സ് ദേ മേ ക്രിയേറ്റും. ഇത് രണ്ടും കൂടി കൂട്ടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഒറ്റൊരു ബ്ലോക്കിംഗ് ഓപ്ഷനേ ഉള്ളൂ. ആ ഒരു ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ബ്ലോക്ക് ആക്കപ്പെടുന്ന അക്കൗണ്ടും ആ ഒരു അക്കൗണ്ട് ഒരു ഇൻസ്റ്റഗ്രാം ആപ്പിനകത്തായിരിക്കുമല്ലോ ലോഗിൻ ചെയ്തേക്കുന്നത്. ആ ഒരു അക്കൗണ്ടിൻ്റെ ഒപ്പം വേറെ ഏതെല്ലാം അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടോ ആ എല്ലാ അക്കൗണ്ടും ബ്ലോക്ക് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ആപ്പിനകത്ത് എനിക്കൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട്, എൻ്റെ ഒരു ഒറിജിനൽ അക്കൗണ്ട് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫേക്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ ഫേക്ക് അക്കൗണ്ടും ബ്ലോക്ക് ആവും, എൻ്റെ മെയിൻ അക്കൗണ്ടും ബ്ലോക്ക് ആവും. മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഈ ഒരു ബ്ലോക്കിംഗ് മെക്കാനിസമാണ് കറൻ്റ്ലി ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിംഗ് മെക്കാനിസം ഉള്ള സമയത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മൾ ബ്ലോക്ക് ചെയ്ത ഒരാൾ ഫ്രണ്ട് ആരെങ്കിലും ആവട്ടെ, ആൾക്ക് എങ്ങനെ മെസ്സേജ് അയക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ആക്ച്വലി ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒന്നല്ലെങ്കിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ മെസ്സേജ് അയക്കാനുള്ള ഒരു ഉടായ്പ ട്രിക്ക് ഉണ്ട്. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കാം. ഈ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാം, നിങ്ങളുടെ ഫോണിൽ തന്നെ യൂസ് ചെയ്യാം, വേറെ ആരുടെയും ഹെൽപ്പ് വേണ്ട. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോം, ബ്രേവോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രൗസറിനകത്ത്, ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിനകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അഥവാ ഇൻസ്റ്റഗ്രാമിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ പോലെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആ ഒരു അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് കണ്ടുപിടിച്ച് അതിൽ നിന്ന് മെസ്സേജ് അയക്കാം. നോർമൽ മെത്തേഡ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാം ആപ്പിനകത്താണ് ബ്ലോക്ക് കിട്ടുന്നത്. ഇൻസ്റ്റഗ്രാം ആപ്പ് ഉപയോഗിച്ച് വേറെ ഏത് അക്കൗണ്ട് ഉണ്ടാക്കിയാലും വേറെ ഏത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ കിട്ടൂല. സോ ഇത് ബൈപ്പാസ് ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ക്രോമിനകത്ത് ഈ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് ആ ഒരു ഇത് ബൈപ്പാസ് ചെയ്തിട്ടും, പക്ഷേ ഫേക്ക് അക്കൗണ്ടാണ് ഒബ്വിയസ്ലി ചിലപ്പോൾ ആൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ഇത് ചെയ്യണമെന്നില്ല, ലീവ് ചെയ്യാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഫേക്ക് അക്കൗണ്ട് തന്നെയാണ്. ക്രോം അല്ല, ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. GB ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ FM ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ കുറേ മോഡ് ആപ്ലിക്കേഷൻസ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ആ ഒരു ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പാരലൽ സ്പേസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ സെക്കൻഡറി വേർഷൻസ് അഥവാ ഒരു രണ്ടാമത്തെ ഒരു ആപ്പ് പോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ റെഡ്മി ഒക്കെ ഫോണാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻബിൽഡ് ആയിട്ട് ആപ്പ് ക്ലോണർ ഉണ്ട്. അപ്പോൾ ഒരു ആപ്പിൻ്റെ തന്നെ ക്ലോൺ ചെയ്തിട്ട് വേറെ സെക്കൻഡറി ആപ്ലിക്കേഷൻ പോലെ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ ചെയ്താലും ഒരു സെക്കൻഡ് ഇൻസ്റ്റഗ്രാം, അത് നമ്മൾ ബ്ലോക്ക് ആയപ്പെട്ട ഇൻസ്റ്റഗ്രാം ആപ്പ് അല്ലാണ്ട് രണ്ടാമതൊരു ഇൻസ്റ്റഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു ഇൻസ്റ്റഗ്രാം ആപ്പിനകത്തുനിന്ന് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ആപ്പിനകത്ത് നിങ്ങളുടെ ബ്ലോക്കായ അക്കൗണ്ട് ലോഗിൻ ചെയ്തരുത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പും പോവും. ഇപ്പോൾ നിങ്ങൾ പുതിയ ഒരു ഫേക്ക് അക്കൗണ്ട് മാത്രം ഉണ്ടാക്കുക, ആ ഒരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കാം, ഇത് ചെയ്യാം, ആളുടെ അക്കൗണ്ട് കിട്ടും. സോ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്വന്തം അക്കൗണ്ട് വെച്ചിട്ട് മെസ്സേജ് അയക്കുന്ന ട്രിക്കാണ്. ആ ഒരു ട്രിക്കിനും നമുക്ക് ഇതുപോലെ ഒന്നല്ലെങ്കിൽ ഒരു ഫേക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ആവശ്യമുണ്ട്. ബ്ലോക്ക് ആക്കപ്പെടാത്തൊരു അക്കൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. സോ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കപ്പെടാത്ത അക്കൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടും കൂടി കൂട്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിനോട് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ പറയാം. ഗ്രൂപ്പിൻ്റെ നെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിമോ നിങ്ങളുടെ പേരായിട്ടോ മാറ്റാൻ പറ്റും. ആൻഡ് ശേഷം ഈ നിങ്ങളുടെ ബ്ലോക്ക് ആക്കിയ ആളും നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടും അതിനകത്തുണ്ട്. ബ്ലോക്ക് ആക്കിയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് വഴി മെസ്സേജ് അയക്കാനും സംസാരിക്കാനും പറ്റും. എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്തായിരുന്നു ബ്ലോക്ക് ആക്കിയത് എന്നുണ്ടെങ്കിൽ തിരിച്ച് അൺബ്ലോക്ക് ആക്കി റെഡിയാക്കാനും പറ്റും. ഈ ഒരു മെത്തേഡ് യൂസ് ആക്കുമ്പോൾ ചില ടൈമിൽ ഇൻസ്റ്റഗ്രാം ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കും ആ ഒരു ബ്ലോക്ക് ചെയ്ത ആൾക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത ഒരാൾ ഈ ഒരു ഗ്രൂപ്പിനകത്തുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ, കണ്ടിന്യൂ ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ട്. സോ അവർ കണ്ടിന്യൂ കൊടുത്താൽ മാത്രമാണ് ചിലപ്പോൾ ആ ഒരു ഗ്രൂപ്പിനകത്ത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വെച്ച് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി നിങ്ങളെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഒരു ദിവസം 2 ദിവസമൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് മെസ്സേജ് അയക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം എന്തായാലും അവർക്കറിയാമല്ലോ. അപ്പം തന്നെ നിങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. സോ ഒരു ദിവസം 2 ദിവസം ഗ്യാപ്പ് കൊടുക്കുക. ആൻഡ് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒരിക്കലും ഒരാളെ ഹരാസ് ചെയ്യാനോ ഇത് ചെയ്യാനോ കടന്ന് ശല്യപ്പെടുത്താനോ ഒന്നും ട്രൈ ചെയ്യരുത്. വെറുതെ ആൾക്കാരെ ഇടങ്ങേറാക്കി ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഒബ്വിയസ്ലി.
അത്രേ ഉള്ളൂ. സോ ഇതാണ് ഈ ഒരു 3 സംഭവമാണ് ഈ ഒരു മെത്തേഡായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിനകത്ത് ചോദിച്ചാൽ മതി, സെറ്റ് ചെയ്ത് തരാം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. അതിന് മുന്നേ ചാനൽ സബ് ചെയ്യലാമെങ്കിൽ ചാനൽ സബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കണ്ടന്റ് എന്തെങ്കിലും സംഭവമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ബൈ.